ഹായ്. അയൂബ് മൗലവിയും നമ്മുടെ ജബ്ബാർ മാഷും തമ്മിലുള്ളൊരു ഗുസ്തി. ഈ വിഷയത്തിൽ വാസ്തവത്തിൽ എനിക്ക് ഈ അയൂബ് മൗലവിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഇനിയിപ്പോൾ അത് കൊണ്ടാണ് ഞാൻ അയൂബ് മൗലവി സപ്പോർട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് അടുത്ത യുക്തിവാദികൾ വടിയെടുത്തുകൊണ്ട് വരണ്ട. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഞാൻ ഈ വടിയങ്ങ് വെട്ടിയിടുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് നല്ല ബോധ്യമുണ്ട്. ആദ്യമെല്ലാം യുക്തിവാദം പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിരുന്ന ഒരു പ്രത്യേകതരം യുക്തിവാദമാണ്. ഒരു വഴി എത്തുമ്പോഴത്തേക്ക് യുക്തിവാദം അങ്ങ് നിന്നു പോകും. 2 കുടുംബം, 2 കല്യാണം കൊണ്ട് കഴിച്ചിട്ടുണ്ട്, 2 ഭാര്യമാരും കൂടെ തന്നെയുണ്ട്. അപ്പം അതിന് അവരെ നോക്കണം, ചെലവ്, ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. കൂട്ടത്തോടുള്ള ആക്രമണമായിരിക്കും. മാത്രമല്ല അവർ ഇങ്ങനെ കൂടി താമസിക്കുന്നവരാണ്, ക്രൗഡായിട്ട് താമസിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഒരാൾ അങ്ങോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ഇതുണ്ടല്ലോ, അതുണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ അയൂബ് മൗലവി അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയും അസുഖങ്ങൾ വരികയും പ്രാരാബ്ദങ്ങൾ വരികയും ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്തപ്പോൾ പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്ന യുക്തിവാദം അങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്ക് യുക്തിവാദമില്ല. പിന്നെ ഉള്ളത് പുള്ളിക്ക് പിന്നെ മതവാദമായി. പുള്ളി കുറേ നാൾ യുക്തിവാദവുമായിട്ട് നടന്നു. ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ എടുത്ത് വെച്ച് ജബ്ബാർ മാഷ് ലെവലിലൊക്കെ വിമർശനങ്ങളൊക്കെ നടത്തിയ ശേഷം അവസാനം എല്ലാം മനസ്സിലാക്കി തിരിച്ച് പടച്ചവൻ്റെ വിളിയും കേട്ടുകൊണ്ട് പുള്ളിക്കാരൻ തിരിച്ച് മടങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയൂബ്, അതാണ് ഞാനൊരു ഇൻട്രോ തന്നെയാണ്. ജബ്ബാർ മാഷ് കാലങ്ങളായി അദ്ദേഹം ഈ ഒരു മതവിഭാഗത്തിനെതിരെ സംസാരിക്കുക, എതിരെന്നല്ല, അതിനകത്ത് ചില മാറ്റങ്ങൾ തിരുത്തലുകൾ വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തീവ്രമായി അതിനെപ്പറ്റി പഠിക്കുകയും പഠിച്ചിട്ട് അതിനെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലിംഗമതത്തിനെയൊക്കെ വെച്ച് കളിയാക്കുന്നതൊക്കെ ഒരു സീനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഈ അയൂബ് ആദ്യം ഇസ്ലാമായിരുന്നു, പിന്നീട് യുക്തിവാദിയായി, പിന്നെ പെട്ടെന്ന് ആ കുയുക്തിവാദം അങ്ങോട്ട് മറന്നിട്ട് തിരിച്ചങ്ങോട്ട് പോയിട്ട് ഇപ്പം പ്രധാനമായിട്ടും ജബ്ബാർ മാഷിനെ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരാം. ഈ 2 മിനിറ്റ് കൊണ്ട് എനിക്ക് നിങ്ങൾ പറയണതിനെ പൊട്ടിക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുണ്ട്. മാടയാ ഗോടയാന്ന് പറയുന്നത്. ആദ്യം കുറേ കാലം ഇയാൾ യുക്തിവാദി ആയിരുന്നപ്പോഴത്തേക്ക് ഇസ്ലാമിയരുടെ കണ്ണിലെ കരടായിരുന്നു. അപ്പം ഞാൻ എക്സ് മുസ്ലിമും അല്ല വയ്യോ അല്ല, ഞാൻ അതും പറഞ്ഞുകൊണ്ട് വരണ്ട. ഈ കണ്ണിലെ കരടായിരുന്ന ആള് ഇപ്പോൾ കണ്ണിൽ ഉണ്ണിയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? പുള്ളിക്ക് ഇനി യുക്തിവാദത്തിന് എഗൻസ്റ്റായിട്ട് പറയണമെന്നൊരു താല്പര്യം. അപ്പോൾ അതിന് അങ്ങനെ പറയുമ്പം ഇത്രയും നാൾ ഹേർട്ട് ചെയ്യപ്പെട്ട ഒരു വിഭാഗം ജനതയുടെ നാവായി പുള്ളിക്കാരൻ വരികയാണ്. ആരുടെ? ജബ്ബാർ മാഷിൻ്റെ അടുത്ത കളി. പുള്ളി ആരാന്ന് അറിയത്തില്ലയോ? പുള്ളി പുലിയാ. പക്ഷേ പുള്ളിക്ക് ഇപ്പോൾ കാലിന് സുഖമില്ല. എറണാകുളത്താണ് താമസമെന്നാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം ഇപ്പം വേറെ എന്തോ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലോട്ട് മറ്റോ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വെല്ലുവിളിച്ചവരുടെ ഒരു ധൈര്യം എന്താണെന്നറിയാമോ? അയൂബ് മൗലവി വെല്ലുവിളിച്ചെന്ന് വെച്ചാൽ ഇങ്ങേര് അസുഖമായിട്ട് കിടക്കണം, വയ്യാന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് വയ്യാന്ന് പറയും. ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ ജയിച്ചേന്ന് പറയും. പൈൽവാൻ ജയിച്ചെന്നുള്ളൊരു കളിയാണ് ഇവരുടെ കളി. അപ്പോൾ അതിനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹം ഇത് കേൾക്കുന്നില്ല, അറിയുന്നില്ല. ആരിഫ് ഹുസൈൻ ഇത് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് പുള്ളിക്കാരെ പറഞ്ഞു, ശരി, അങ്ങേര് വരും, തയ്യാറാണെന്ന്. ജബ്ബാർ മാഷി വരും, തയ്യാറാണ് എന്ന് പറഞ്ഞു. പിന്നീടാണ് അപ്പോഴൊന്നും അങ്ങനെ അദ്ദേഹം അറിയുന്നില്ല. പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അദ്ദേഹം അത് കാര്യമായിട്ട് തന്നെ എടുത്തിട്ട് പറഞ്ഞു, ശരി, 2 മിനിറ്റ് കൊണ്ട് നീ എന്നെ ഒന്ന് തകർക്കുക. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3-ാമത്തെ മിനിറ്റിൽ ഞാൻ കലിമ ചൊല്ലി ഞാൻ വീണ്ടും അങ്ങോട്ട് ഇസ്ലാമായിട്ട് അങ്ങ് തിരിച്ചു വന്നേക്കാം, എൻ്റെ മുച്ചിരിയുമൊക്കെ എടുത്ത് ഞാൻ കുപ്പയിലിട്ടേക്കാം എന്നൊക്കെ പുള്ളി അങ്ങോട്ട് വീരവാദം അടിക്കുമ്പോൾ ലപ്പുറത്ത് സൈലൻ്റാ, അനക്കില്ല. ഇതുവരെ വെല്ലുവിളിച്ചവരൊക്കെ പിന്നെ കാണാനില്ല. നമ്മുടെ സബ്ജക്റ്റ് അതൊന്നുമല്ല. ആക്ച്വലി എൻ്റെ സബ്ജക്റ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാം മതം വിട്ട് അയാൾക്ക് യുക്തിവാദം എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തി ആക്രമിച്ചൊരു രീതി തന്നെയാണ് യുക്തിവാദികൾ ഇപ്പോൾ അയാളോട് ചെയ്യുന്നത്. 8 ലക്ഷം രൂപയും കണ്ട് ആരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നും ഈ 8 ലക്ഷം രൂപ തിരിച്ചു വേണമെന്നും കളിയാക്കലുകളും ഒരുമാതിരിയൊക്കെ ഇദ്ദേഹത്തിനിട്ട് അപമാനിക്കുന്നുണ്ട് അയ്യൂബിനെ. അയാൾ മനസ്സിലാക്കിയ യുക്തിവാദം അതായിരിക്കും. യുക്തിവാദം കണ്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് ആ യുക്തിവാദം വേണ്ടാന്ന് വയ്ക്കാനുള്ള അധികാരമില്ലേ? അയാൾക്ക് യുക്തിവാദത്തിലേക്ക് വരാമെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാനുള്ള അധികാരം അയാൾക്കുണ്ട്. ഇതൊക്കെ ഒരു തിരിച്ചറിവാണ്. ദൈവമില്ല എന്നൊരു പ്രാവശ്യം പറയുന്നു, പിന്നെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മൾ ഒരു വിഷമഘട്ടത്തിൽ ഒരാളെ സപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ചൊന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും കുത്തി കാണിക്കുക വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നവൻ യുക്തിവാദി എന്ന് പറയുന്നത് യുക്തിവാദികൾക്ക് അപമാനമാണെന്ന് ഞാൻ പറയും. വാസ്തവത്തിൽ ഒരു കാര്യവുമില്ലാണ്ടാണ് അയൂബിനെ ഇപ്പോൾ എല്ലാവരോടും ആക്രമിക്കുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അയാൾക്ക് അയാളുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരികയും ആ സാഹചര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ജബ്ബാർ മാഷ കയറി ഒന്ന്
എന്നുള്ള നിലയിൽ പോയത്. വാസ്തവത്തിൽ ഇതിനകത്ത് വരാനിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ജബ്ബാർ മാഷിനെ കയറി മാന്തും, അങ്ങേര് അള്ളി കയറി അങ്ങ് വിടും. ഇതിൽ ഇപ്പോൾ ഉള്ള സപ്പോർട്ട് കൂടെ അയ്യൂബിന് നഷ്ടപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. ഇത് യുക്തിവാദികൾക്കിടയിലുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് അവർക്ക് മാത്രം മനസ്സിലാവുകയുള്ളൂ. കണ്ടപ്പോൾ എനിക്കിത് ഇതിനകത്ത് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം അതാണ്. നമ്മൾ ഒൺസ് ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മനസ്സറിഞ്ഞ് തിരിച്ചു തരികയാണെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പറയാൻ പോകാതിരിക്കുക. നിങ്ങൾ എന്തിനു പിന്നെ ആ സപ്പോർട്ട് അപ്പോൾ ചെയ്തു? അപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ യുക്തിവാദിയായിട്ട് അവിടെ നിലനിന്നിരുന്നെങ്കിൽ അവർക്ക് ഈ പൈസ വേണ്ട. അപ്പം യുക്തിവാദമൊക്കെ കളഞ്ഞിട്ട് അയാൾ വീണ്ടും ദൈവവാദത്തിലേക്ക് തിരിച്ചു പോയപ്പോഴത്തേക്ക് കലി അങ്ങോട്ട് ഇളകിയിട്ട് ഇവർ കാണിക്കുന്ന ബഹളമാണ്. അപ്പോൾ ഈ യുക്തിവാദികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ചോദ്യം, എൻ്റെ ഒരു ചെറിയ ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത്ര സഹിഷ്ണുതയുള്ളൂ? നിങ്ങൾ ഇത്രത്തോളം മോശമായിട്ട് മതങ്ങളെ ആക്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെ ആക്രമിക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും ഫീലിങ്? അവരിതുപോലെ പ്രതികാരം ചെയ്യുന്നു. അപ്പം രണ്ട് സൈഡിലും ഉള്ളത് മനസ്സിലാക്കലുകളുടെ കുറവുകളാണ്. ഒരു വ്യക്തി ആ സ്വതന്ത്രനാണ്, ആ വ്യക്തിക്ക് ചിന്താശേഷിയുണ്ട്, അയാളുടെ ചിന്താധാരയിൽ അയാൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യുക്തിവാദവും മതവാദവും ഒക്കെ ചൂസ് ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് കളിയാക്കി ഇല്ലാതാക്കുമ്പോൾ എന്താണ് മതവാദികൾക്ക് കിട്ടുന്നത്? മതവാദികളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത സമയത്തിൽ അസുഖത്തിന് വേണ്ടിയിട്ട് കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ എന്താണ് യുക്തിവാദികൾ നേടുന്നത്? ഇതുകൊണ്ട് രണ്ട് സൈഡിലെയും മാന്യമായ അയാൾ ഉപയോഗിക്കുന്നു, രണ്ട് സൈഡിനെയും മാന്യമായ അയാൾ ഇൻസൾട്ടും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കാത്ത കുറേ പൊട്ടന്മാർ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. ബേസിക്കലി അയാളുടെ പ്രശ്നം എന്താണെന്നറിയാം? അയ്യൂബിൻ്റെ പ്രശ്നം അയാളുടെ ഭാര്യമാരുടെ വയറ്, അവർക്കുള്ള ആഹാരം, അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം, അതിനെ ഏത് ഭാഗമാണോ സപ്പോർട്ട് ചെയ്യണോ അവർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. അതാണ് അയാളുടെ പാർട്ടിയും, അതാണ് അയാളുടെ മതവും, അതാണ് സത്യം. ഒരു മനുഷ്യന് ആവശ്യമുള്ള മതം അത് തന്നെയാണ്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന സാധനമായിരിക്കണം നമ്മളുടെ മതം. അല്ലാതെ ഈ മതവും ഇറുകി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറ്റിലേക്ക് പോകില്ല. അതേപോലെ തന്നെ യുക്തിവാദവും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും വാദമേ പിടിക്കുകയുള്ളൂ, വേദനകളെ വരുള്ളൂ, അല്ലാതെ ഒന്നും വരത്തില്ല. സോ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളതാണ് എൻ്റെ ഒരു നയം. അയ്യൂബ് വെറുതെ ഇരുന്നു കൊണ്ട് ചൊറിഞ്ഞ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഭീകരമായിരിക്കും എന്ന് മാത്രം ഞാൻ പറയുന്നു. ജബ്ബാർ മാഷൊക്കെ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ തന്നെ ഇത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ച മനുഷ്യരാണ്. മകനോ മരുമകളോ ചെറുകുട്ടിയൊക്കെ ഉണ്ടായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് പറ്റിയ പാളിച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വരരുതെന്നുള്ളതുകൊണ്ട് നിർബന്ധമായി അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. മക്കൾക്ക് തട്ടയിട്ട് കൊടുക്കണം എന്നുള്ള ഇതില്ല, അങ്ങനെ ഇന്ന മതസ്ഥരെ വിവാഹം കഴിക്കണമെന്നില്ല, മനുഷ്യജാതി ആൺജാതി പെൺജാതി എന്നല്ല മറ്റൊന്നില്ല എന്ന് വിശ്വസിക്കുന്ന അത്രയും വളരെ ഓപ്പൺ ബുക്കായ ഒരു വ്യക്തിയെ ചലഞ്ചിനൊക്കെ വിളിച്ചിട്ട് വെറുതെ നാണം കെടണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അക്കൂടെ അയാളൊരു അടഞ്ഞ അധ്യായമാണ്. അയാളെ കൊണ്ട് നിങ്ങൾക്ക് ഇനി വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. അയാളെ പുറത്ത് നിൽക്കട്ടെ എന്നുള്ളത് കഴിഞ്ഞ് അയാളെ അങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളതിനപ്പുറം അയാൾക്ക് പണ്ട് ഞാൻ ഇത്ര കൊടുത്തു, അയാൾ യുക്തിവാദത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഇത്ര വാങ്ങി, ഇതൊക്കെ നിങ്ങൾക്ക് ശോഭ തരുമോന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. യുക്തിവാദികളോടാണ് അത് നിങ്ങളുടെ തന്നെ മാനദണ്ഡമാണ്, അല്ലാതെ മനോധർമ്മമാണ്. ഒരു വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും നല്ലൊരു പരിപാടിയേ അല്ല എന്നുള്ളത് എൻ്റെ ഭാഗം. 8 ലക്ഷം രൂപയൊക്കെ കൊടുക്കുക നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു, നമ്മളെന്തിനു കൊടുക്കുന്നു? നമ്മളപ്പോൾ മനസ്സറിഞ്ഞ ഒരാൾക്ക് കൊടുക്കുകയാണ് ഒരു എമൗണ്ട് സന്തോഷത്തോടുകൂടി. അത് ബിസിനസ്സിനൊന്നും അല്ലല്ലോ, അയാളുടെ അസുഖത്തിന് വേണ്ടിയിട്ട് കൊടുത്തതല്ലേ. അപ്പോൾ ആ ഒരു അസുഖത്തിന് റിക്കവറി ആവുകയോ ആവാതിരിക്കുകയോ അത് നിങ്ങൾ മനസ്സറിഞ്ഞ് കൊടുത്തു. പിന്നെ അത് അയാൾ തിരിച്ച് തരികയാണെങ്കിൽ വാങ്ങിച്ചെടുക്കുക എന്നതിനപ്പുറം കുത്തി കാണിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഫണ്ട് റേസ് ചെയ്ത് കൊടുത്തതും കൂടെയാണ്. യുക്തിവാദികളെല്ലാം കൂടെ ചേർന്ന് ഗ്രൂപ്പോടെ ഫണ്ട് റേസ് ചെയ്ത് കൊടുത്തതാണ്. അത് നല്ലൊരു കാര്യമാണ്. കാരണം യുക്തിവാദം എന്ന് പറയുന്നത് എല്ലാവർക്കും അക്സെപ്റ്റുള്ള മെജോറിറ്റി, അതായത് 90% ആൾക്കാരും ദൈവവാദികളും മതവാദികളുമാണ്. അവർക്കിടയിൽ 10% വരുന്നവർ ഒറ്റപ്പെടുത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ നിലകൊള്ളുന്നത് നല്ലൊരു വസ്തുതയാണ്. അത് ഇതുപോലെ അവഹേളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് സത്യത്തിൽ സംഭവിക്കുന്ന നിങ്ങളുടെ അപജയമാണ്. നിങ്ങളുടെ ആ മോശപ്പെട്ടൊരു ഫേസ് നിങ്ങൾ തന്നെ റിവീലാക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് മനസ്സിലായിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.